ഹായ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് സാമ്പാർ. ഈ സാമ്പാർ തന്നെ പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്. കർണാടകത്തിൽ ഉണ്ടാക്കുന്ന പോലെയല്ല ആന്ധ്രക്കാരുണ്ടാക്കുന്ന പോലെയല്ല തമിഴ്നാട്ടുകാർ, അതുപോലെയല്ല നമ്മൾ കേരളത്തിൽ. ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. എന്തിന് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാരുണ്ടാക്കുന്ന ഒരു രീതിയിലല്ല തിരുവനന്തപുരംകാരുണ്ടാക്കുന്നത്. അപ്പം ചെറിയ ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കിന്നൊരു ആന്ധ്ര സ്റ്റൈൽ സാമ്പാർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ തന്നെ ഇതിനു മുമ്പ് കർണാടക സ്റ്റൈൽ ഉടുപ്പി സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് പലർക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് നന്നായി വന്നിട്ടുണ്ടെന്ന് പലരും കമൻ്റായിട്ടും നേരിട്ട് കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി കണ്ടോളൂ. അതുപോലെ തന്നെ ഞാനൊരു ഉള്ളി സാമ്പാർ, നമ്മൾ ചെറിയ ഉള്ളി മാത്രം ഉപയോഗിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും കൂടി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ സാമ്പാർ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ആന്ധ്ര സ്റ്റൈല് സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങൾ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത്, കുമ്പളങ്ങ, ക്യാരറ്റ്, തക്കാളി, വെണ്ടക്കായ, പച്ചമുളക്, ചെറിയുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അവർ ചേർത്ത് കൊടുക്കുന്ന വേറെ ഒരു പച്ചക്കറി റാഡിഷാണ്. വെളുത്ത മുള്ളങ്കി അവർ ഇതിലേക്ക് ചേർക്കാറുണ്ട്. നമ്മുടെ സാമ്പാർ പോലെ കുറേ കഷ്ണങ്ങൾ ചേർത്തിട്ടല്ല കേട്ടോ അവർ സാമ്പാർ വെക്കുന്നത്. അവർ സാമ്പാറിൽ വളരെ കുറച്ച് പച്ചക്കറി കഷ്ണങ്ങൾ ചേർത്തിട്ടാണ് അവർ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇതായിട്ട് നമുക്ക് ഒരു 3/4 കപ്പോളം തൂരപ്പരിപ്പ് ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്ത് വെക്കണം. നമ്മൾ സാമ്പാറിൽ ഇത്ര വേവിച്ചിട്ടല്ല പരിപ്പ് ചേർക്കാറ്. പക്ഷെ അവർ സാമ്പാറിൽ ചേർക്കുന്ന പരിപ്പ് നല്ലോണം വെന്ത് ഉടഞ്ഞ പോലെ എടുത്തിട്ടാണ് അവർ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളി, നമ്മുടെ പിഴുപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞ് എടുത്ത് വെക്കാം. സാമ്പാർ പൊടിയല്ല നമ്മൾ ചേർക്കുന്നത്. സാമ്പാറിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ, എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക്, അതിൽ ഒരെണ്ണം കാശ്മീരി ചില്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊക്കെ നന്നായിട്ട് നമ്മൾ വറുത്ത് മൂപ്പിച്ചിട്ട് എടുക്കണം. അതൊക്കെ നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിതുപോലെയൊക്കെ തന്നെ സാമ്പാർ പൊടിക്ക് പകരമായിട്ട് ഇതുപോലെ മുഴുവനായിട്ടുള്ള മസാല ചേർത്ത് വറുത്ത് പൊടിച്ചിട്ട് എടുക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നന്നായിട്ടൊക്കെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വറുത്ത് എടുത്തു. ഇനി നമ്മൾ തീ ഓഫ് ആക്കണം. നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ സാമ്പാറിലേക്ക് നാളികേരം വറുത്ത് മൂപ്പിച്ചിട്ടാണ് ചേർക്കുന്നത്. അവർ ഇതുപോലെ റോ ആയിട്ട് തന്നെ, അതായത് പച്ചയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ സാമ്പാറിലേക്ക് നാളികേരം ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അത്ര നാളികേരം അവർ സാമ്പാറിലേക്ക് ഉപയോഗിക്കുകയില്ല. വളരെ കുറച്ച്, ഒരു 1/4 കപ്പ് നാളികേരമാണ് അവർ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൂടിൽ ഇരുന്നിട്ട് ഈ നാളികേരം ഒന്ന് വാടട്ടെ. ഇനി ഇത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് അരച്ച് എടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ നല്ല പൗഡേർഡ് ആയിട്ടുള്ള രീതിയിലേക്ക് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് സാമ്പാർ വെക്കുന്ന പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ സാമ്പാറിന് ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വാടിയ പോലെ ആക്കിയിട്ട് എടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കായത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കായത്തിൻ്റെ പൊടിയും ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ, തക്കാളി ഒഴിച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായി അങ്ങ് ഇളക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം.
നമ്മൾ സാധാരണ സാമ്പാർ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇവരങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി ഇത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് ആണ് പച്ചക്കറി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കായത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഈ പച്ചക്കറിയുമ്മേലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്കും ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട്. നമുക്ക് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് വേവിച്ച പരിപ്പായിരിക്കണം കേട്ടോ. അപ്പോൾ പരിപ്പും പുളിവെള്ളവും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പരിപ്പ് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ട് ഒരു കപ്പോളം വെള്ളം എടുത്തോളൂ. അതും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചൊന്ന് നന്നായിട്ട് കൂടി ഒന്ന് മിക്സാക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പും ചേർക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിയും പരിപ്പും ചേർക്കുന്നതിൻ്റെ സമയത്താണ് നമ്മൾ തക്കാളിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കാം. നന്നായിട്ട് മിക്സായി ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് തള വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാലക്കൂട്ടും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വരുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് കുറുക്കും. കാരണം നല്ല കട്ടി സാമ്പാറാവും. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് കൺസിസ്റ്റൻസി ആവശ്യമുള്ളത് അതിനേക്കാട്ടും കുറച്ചും കൂടി മേലെ നിൽക്കുന്ന തരത്തിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. കാരണം ഇതൊന്ന് തിളച്ച് പിന്നെ ഒന്ന് ഇരുന്ന് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുക്കും. നോർമലി ആന്ധ്ര സാമ്പാർ നല്ല കുറുകിയ ടൈപ്പ് സാമ്പാറാണ്, അത്ര വെള്ളമുള്ള ടൈപ്പ് സാമ്പാറല്ല കേട്ടോ. അങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള സാമ്പാറാണ് നോർമലി ആന്ധ്ര സാമ്പാർ. അപ്പോൾ നമ്മൾ അതിനാവശ്യമനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളവന്നു. ഇനി നമുക്കിതുപോലെ ഒന്ന് അടച്ച് മൂടി വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കണം. പിന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് മൂടി വയ്ക്കരുത്, ഇതുപോലെ ഒരു ഹാഫായിട്ട് നമ്മൾ മൂടി വെക്കാൻ പാടുള്ളൂ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സാമ്പാർ തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആന്ധ്ര സ്റ്റൈൽ സാമ്പാർ ഏതാണ്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് ശർക്കര, അതായത് ഇതുപോലെ കുഞ്ഞു കഷ്ണം ശർക്കരയെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ടേസ്റ്റും കൂടി ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ നമ്മുടെ ആന്ധ്ര സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ കഷ്ണങ്ങൾ വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്. അതുപോലെ നമ്മൾ നാളികേരം വറുത്ത് മുപ്പിച്ചാണ് നമ്മൾ സാധാരണ സാമ്പാറിൽ ചേർക്കാറ്. ഇതിൽ പച്ചനാളികേരം വളരെ കുറച്ചേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പാറിൽ നിന്ന് ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് തന്നെയാണ്. അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എളുപ്പമാണ്, അധികം കഷ്ണങ്ങൾ ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു സാമ്പാറും കൂടിയാണ്. അപ്പം നമുക്ക് വേറൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.